33ാമത് സാഹിത്യോത്സവിൻ്റെ പാനൂർ ഡിവിഷൻ തല മത്സരത്തിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ സാഹിത്യോത്സവുകൾക്ക് സമസ്തയുടെ 100 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ആഘോഷങ്ങൾ നടക്കുന്ന വർഷം എന്ന പ്രത്യേകത കൂടിയുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത സംഘടന ഈ ലോകത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വിശാലമായ ദൗത്യങ്ങളെക്കുറിച്ച് വരും കാലങ്ങളിൽ പണ്ഡിത നേതൃത്വം ഈ സമൂഹത്തിൽ നിർവഹിക്കാൻ താൽപ്പര്യപ്പെടുന്ന വിശാലാർത്ഥത്തിലുള്ള കർമ്മപദ്ധതികളെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സാഹിത്യോത്സവങ്ങളിലൂടെ ഫാമിലിയിൽ നിന്ന് തുടങ്ങി നാഷണൽ തലം വരെ വിദ്യാർത്ഥികളെ SSF സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സാഹിത്യോത്സവങ്ങൾ അല്ലെങ്കിൽ സാഹിത്യങ്ങൾ കേവലം അനുവാചകരെ ആസ്വദിപ്പിക്കുക എന്നതിനപ്പുറം സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാഹിത്യങ്ങളിലൂടെ, കലകളിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരം മനുഷ്യരിലൂടെ സാധ്യമായിട്ടുണ്ട്. വിശുദ്ധമായ ഇസ്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിനു മുമ്പിൽ ജീവിച്ചു കാണിച്ചു തന്ന ഏറ്റവും മഹത്തായ മനോഹരമായ ഒരു ജീവിത വ്യവസ്ഥിതിയാണ്. എന്താണ് ഒരു സാഹിത്യകാരൻ ലോകത്തിന് കൈമാറ്റം ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ആ രചനകൾ നൽകുന്ന ഉത്തരങ്ങളുണ്ടാവും. ഒരുപക്ഷെ മനുഷ്യൻ്റെ മനസ്സിൽ കരുണ നിറക്കുകയായിരിക്കും ഒരു രചനയുടെ താല്പര്യം, അല്ലെങ്കിൽ മനുഷ്യനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രചോദിപ്പിക്കുകയായിരിക്കും ഒരു രചനയുടെ താല്പര്യം. സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പലതരം അധാർമിക പ്രവണതകളെ ഇല്ലാതെയാക്കുകയായിരിക്കും ഒരുപക്ഷെ ഒരു രചനയുടെ താല്പര്യം. ഒരു സാഹിത്യത്തിൻ്റെ ആവിഷ്കാരത്തിൻ്റെ താല്പര്യങ്ങൾ പല അർത്ഥത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഈ ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എല്ലാ അർത്ഥത്തിലും അധാർമികതയുടെ പല തലങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു സമൂഹത്തെ വിശുദ്ധമായ ഖുർആൻ അവതരിക്കുകയും അതേ തുടർന്ന് ആ ഖുർആനിനെ ജീവിച്ച് കാണിക്കുകയും ചെയ്ത ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധ്യമാക്കിയ ഒരു വിപ്ലവമുണ്ട്. പലതരം അധാർമികതകളിൽ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തെ ഓരോരുത്തരെയും നമ്മൾ എടുത്താൽ ആ സമൂഹത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്തുണ്ട്. ആ സ്വഹാബികൾ ഓരോരുത്തരെയും എടുക്കുമ്പോൾ നിങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തിത്വം, ഒരു മഹാനായി ഓരോ സ്വഹാബിയെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിവർത്തിപ്പിക്കുകയാണ്. ഖുർആൻ അവരെ പരിവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന ഏറ്റവും മനോഹരമായ ആവിഷ്കാരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ്. ഖുർആൻ ഒരു ടെക്സ്റ്റ് ബുക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഇതാ നിങ്ങൾ ഇതനുസരിച്ച് ജീവിച്ചുകൊള്ളൂ, നിങ്ങളിത് വായിച്ചോളൂ, നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് അനുസരിച്ചു കൊണ്ട് ജീവിച്ചോളൂ എന്ന് പറയുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി വിശുദ്ധമായ ഖുർആനിനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്. നബി തങ്ങളെ അയക്കുന്നതിൻ്റെ, നിയോഗിക്കുന്നതിൻ്റെ താല്പര്യത്തെ വിശുദ്ധമായ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നു. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ഈ വിശുദ്ധമായ ഗ്രന്ഥമാകുന്ന ഖുർആൻ, ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെടുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ലോകത്ത് പലതരം സിദ്ധാന്തങ്ങൾ പറയുന്ന ആളുകളുണ്ടാകും. പലതരം കമ്മ്യൂണിറ്റിയെ അഡ്രസ് ചെയ്തുകൊണ്ട്, അഭിസംബോധന ചെയ്തുകൊണ്ട് സിദ്ധാന്തങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യനെ സമ്പൂർണമായും സ്പർശിക്കുന്ന, എല്ലാ അർത്ഥത്തിലും
പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന എല്ലാതരം മനുഷ്യർക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ജീവിത സന്ധികളെ സമ്മാനിക്കുന്ന ഒരു ജീവിത വ്യവസ്ഥിതി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പഠിപ്പിക്കുക മാത്രമല്ല, അവിടുന്ന് ജീവിച്ച് കാണിക്കുക കൂടിയാണ് ചെയ്യുന്നത്. വിശുദ്ധമായ ഖുർആനിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുമ്പോഴാണ് ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നിങ്ങൾ നോക്കൂ, ഒരു പ്രക്ഷോഭം നടക്കുന്നു, സെക്രട്ടേറിയറ്റിൽ ഒരു മാർച്ച് നടക്കുന്നു. ആ മാർച്ചിന് വരുന്ന ആളുകൾ, അവരുടെ സ്വഭാവം, അവർ ചെയ്യാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ അനുസരിച്ചുകൊണ്ട് അവിടെ ആ പ്രൊട്ടസ്റ്റിനെ തടുക്കാൻ വരുന്ന പോലീസ് സന്നാഹത്തിന് ഓരോ ഘട്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് തീരുമാനങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് അവിടെ പ്രൊട്ടസ്റ്റിന് വരുന്നത് SSFകാരാണെന്ന് വെക്കുക. കഴിഞ്ഞ വർഷം നമ്മൾ അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി. ലഹരി നമ്മുടെ വിദ്യാർത്ഥികളെ പല അർത്ഥത്തിൽ നശിപ്പിക്കുന്നു എന്ന ഉത്തമമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് മക്കളെ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുന്നതോടൊപ്പം ഈ ലഹരിയെ സമൂഹത്തിൽ ലഭ്യമാക്കുന്ന വിധം നടപടികൾ എടുക്കാതെ മുന്നോട്ട് പോകുന്ന അധികാരി വർഗത്തിൻ്റെ പലതരം ഇടപെടലുകളെ തുറന്നു കാട്ടിക്കൊണ്ട് SSF SP ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ആ മാർച്ച് സംഘടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അവിടെ സമാധാനപൂർവം തങ്ങളുടെ ലാത്തികളും തങ്ങളുടെ ബാരിക്കേഡുകളും തൊടാതെ അനങ്ങാതെ ആ പ്രക്ഷോഭത്തെ അവർ കൈകാര്യം ചെയ്തു. കാരണം അവിടെ ഒരു സമരത്തിൻ്റെ മുഖത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്നത് SSFകാരുടെ രീതിയല്ല. അതേസമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പല പ്രക്ഷോഭങ്ങളിലും ലാത്തി ചാർജ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ബാരിക്കേഡുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിൽ അവർ അഭിമുഖീകരിക്കുന്ന സമൂഹത്തിനനുസരിച്ചുകൊണ്ട്, അവരുടെ സ്വഭാവത്തിനനുസരിച്ചുകൊണ്ട് അവിടെ പ്രക്ഷോഭങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ട നടപടികൾ അവർ സ്വീകരിക്കും. ഇതിനർത്ഥം ഒരാൾ എങ്ങനെയാണ് ഒരു പ്രക്ഷോഭത്തെ ഒരു പോലീസുകാരൻ, ഒരു നിയമപാലകൻ കൈകാര്യം ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു ഇൻസിഡൻ്റ് ആവരുത്. ഒരു സന്ദർഭത്തിൽ പോലീസിന് ലാത്തി പ്രയോഗിക്കേണ്ടി വന്നു എന്നതുകൊണ്ട് ഏത് സമരത്തിനും ലാത്തി പ്രയോഗിക്കണം എന്നൊരാൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്താണ് പോലീസുകാരുടെ ലക്ഷ്യമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. എന്താണ് ആ സമരത്തിനെ നേരിടുന്ന നിയമപാലകന്റെ ഉദ്ദേശമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ഇതുപോലെ പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ഘട്ടത്തിലും നിങ്ങൾ എങ്ങനെയാണ് ഈ മതത്തെ ആവിഷ്കരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ഘട്ടങ്ങളിലും പല ഉത്തരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്നുണ്ട്. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്, ഏറ്റവും മികച്ച സൽക്കർമ്മം എന്താണെന്ന ചോദ്യത്തിന് അവിടുന്ന് പറയുന്ന ഉത്തരങ്ങൾ മനുഷ്യർക്കനുസരിച്ച് കൊണ്ട് വ്യത്യാസപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. തൻ്റെ വയോധികനായ മാതാപിതാക്കൾ അവർ വീട്ടിൽ തങ്ങളുടെ മക്കളുടെ സാമീപ്യം പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിൽ, യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലാണെങ്കിൽ പോലും ഫഫീഹിമ ഫജാഹിദ്, നിങ്ങളുടെ ജിഹാദ് അത് മാതാപിതാക്കളിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതേസമയത്ത് മറ്റൊരു സന്ദർഭത്തിൽ പഠിപ്പിക്കുന്നത് ഇദ്ഖാലുസ് സുറൂരി അലാ ഖൽബിൽ മുഅ്മിൻ എന്നാണ്. നിന്റെ സഹോദരൻ്റെ ഹൃദയത്തിൽ നിനക്ക് സന്തോഷമുണ്ടാക്കാൻ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുക അതായിരിക്കും നിങ്ങളിൽ ഉത്തമമായ കർമ്മമെന്നാണ്. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ എല്ലാ സന്ദർഭങ്ങളെയും ഉൾവഹിച്ചുകൊണ്ട് ഏറ്റവും മികച്ച പ്രാക്ടിക്കലി സാധ്യമാകുന്ന ഒരു ലൈഫിനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ച മതത്തെ വിശുദ്ധമായ ഖുർആനിൻ്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ വിശുദ്ധരായ സ്വഹാബത്ത് പരിചയപ്പെടുത്തുന്നു. ആ പരിചയപ്പെടുത്തിയ സ്വഹാബത്തിൽ നിന്ന് മതത്തിൻ്റെ എല്ലാതരം മൂല്യങ്ങളെയും പഠിച്ചെടുത്തുകൊണ്ട് ശേഷമുള്ള താബിഉകളായ പണ്ഡിതന്മാർ ഈ ലോകത്തിന് കൈമാറ്റം ചെയ്യുന്നു. ആ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീൻ എന്താണോ, മതം എന്താണോ, അത് ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിക്കുന്ന വലിയ ദൗത്യത്തെ നമ്മൾ തിരിച്ചറിയുകയാണ്. നിങ്ങൾ നോക്കൂ,
മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിലിരിക്കുന്നു. പള്ളിയിലിരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികെ ഒരാൾ വരുന്നു. വന്ന ആൾ അയാളുടെ മുഖത്ത് എന്തോ ഒരു പ്രയാസം കാണുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ പ്രയാസം? അദ്ദേഹം പറയുന്നു, ഞാനൊരു കടത്തിൽപ്പെട്ടിരിക്കുന്നു. ഞാനൊരാൾക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ തിരിച്ചു കൊടുക്കാൻ പണമില്ല. എന്താണ് ചെയ്യേണ്ടത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ പള്ളിയിൽ നിന്നിറങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നു. പണം കൊടുക്കാനുള്ള ആളെ പോയി സംസാരിക്കുന്നു. അല്പം അവധി വാങ്ങിക്കൊടുക്കുന്നു. ഈ ഒരു സന്ദർഭത്തെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് മദീനത്തെ പള്ളിയിൽ ഇഴ്തികാഫിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ഒരാൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സഹായിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ആ വാക്ക്? നിങ്ങളുടെ സഹോദരൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി നിങ്ങൾ നടന്നാൽ ആ നടക്കുന്നത് 10 വർഷം മദീനത്തെ പള്ളിയിൽ ഇബാദത്ത് ചെയ്ത് ഇഴ്തികാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ളതാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. നിങ്ങൾ നോക്കൂ, ഒരു വലിയ സംഘത്തെ, ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്തിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. ആ രൂപപ്പെടുത്തിയെടുത്തതിൻ്റെ കൈമാറ്റ ശൃംഖലയിൽ ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് വരുമ്പോൾ അതേ സ്വഭാവത്തെ സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും ജീവിച്ചു കാണിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർ, നമുക്കറിയാം, മർക്കസു സഖാഫത്ത് സുന്നിയയിൽ വരുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയും എത്ര അനാഥകളെയാണ് മഹാനായ ഉസ്താദ് അവറുകൾ ഓരോ സമയവും അന്നം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ അന്നം നൽകാൻ വേണ്ടി ഉസ്താദ് അവറുകൾ അടക്കമുള്ള നമ്മുടെ പണ്ഡിത നേതൃത്വം പലയിടങ്ങളിലായി പോവുകയാണ്. ആരുടെ അടുക്കലൊക്കെ നമുക്ക്, ഈ അശരണർക്ക്, ഈ അനാഥർക്ക്, ഈ സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നത് ഈ വിശുദ്ധമായ മതത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ഓടി നടന്ന് ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാർ. അങ്ങ് മദീനയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്, ഒരു യുദ്ധസന്ദർഭത്തിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ ദാഹത്തിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന ഒരാൾ അവർ വെള്ളം വല്ലാതെ ആഗ്രഹിക്കും. ഒരിറ്റു വെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു നിമിഷത്തിൽ തൊട്ടപ്പുറത്തുള്ള തൻ്റെ സഹോദരൻ വെള്ളം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ, എനിക്ക് ഈ വെള്ളം വേണ്ട, എൻ്റെ സഹോദരൻ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് വെള്ളം ആവശ്യപ്പെടുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും ആവശ്യമുള്ളതാണെങ്കിലും ഞാനത് മാറ്റിവെച്ചുകൊണ്ട് അവരുടെ ദാഹത്തിന് വേണ്ടി വെള്ളം അവർക്ക് കൊടുത്തോളൂ എന്ന് പറയുന്ന ഏറ്റവും സുന്ദരമായ കാരുണ്യത്തിൻ്റെ ഉറവിടങ്ങളായ ഒരുപാട് മനുഷ്യരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നുവെങ്കിൽ, അതിൻ്റെ തുടർച്ചയിൽ നമ്മൾ കാണുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഒരു മഹത്തായ ആശയത്തെ ജീവിച്ചു കാണിച്ചു തന്ന പണ്ഡിതന്മാരെയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. കോഴിക്കോട് ബസ് കാത്തു നിൽക്കുന്ന കണ്ണിയത്ത് ഉസ്താദിൻ്റെ മുമ്പിൽ വിശന്നൊട്ടിയ വയറുമായി ഒരാൾ വരുന്നു. വല്ലതും കഴിച്ചിട്ട് കുറേ ആയി എന്ന് പറയുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് കയ്യിലുള്ള ക്യാഷ് മുഴുവനും അദ്ദേഹത്തിന് കൊടുക്കുന്നു. ശേഷം കോഴിക്കോട് നിന്ന് വാഴക്കാടേക്ക് നടന്നു പോകുന്ന കണ്ണിയത്ത് ഉസ്താദിനെ നമ്മൾ കാണുന്നത് ഈ മഹത്തായ ആശയത്തെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന കാരുണ്യത്തിൻ്റെ ആശയത്തെ ജീവിച്ച് കാണിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനെ സമുദ്ധരിച്ച പല ഘട്ടങ്ങൾ. കടത്തിൽ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. ആ വരുന്ന ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് പരിചരിക്കുന്നത്? അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വാങ്ങി അത് വിറ്റ് അദ്ദേഹത്തിന് ആയുധം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുമാനത്തിനാവശ്യമായ ടൂൾ ഉണ്ടാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെടുന്നു. നോക്കൂ, സമൂഹത്തിൽ പലതരത്തിൽ ബാക്ക്വേർഡായി നിൽക്കുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നു. അതേ മാതൃക പിൻപറ്റിക്കൊണ്ട്
പിൽക്കാലത്ത് വരുന്ന ഉലമാ ഓരോ കാലത്തും അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും അതിൻ്റെ തുടർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. 1978 മർക്കസ് സഖാഫത്ത് സുന്നിയ എന്ന് പറയുന്ന വിശാലമായ സുന്നി കൈകളുടെ അഭിമാനമായ സ്ഥാപനത്തെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ഘട്ടത്തിൽ അന്ന് പത്രത്തിൽ വന്ന വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അന്ന് പത്രത്തിൽ വന്നത് തൊഴിലുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ തൊഴിൽ തേടി അന്വേഷിച്ചു കൊണ്ടുപോകുന്ന ആളുകൾക്ക് അവരുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണമെന്ന് സുൽത്താനുൽ ഉലമ ആലോചിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നമ്മുടെ പണ്ഡിത നേതൃത്വം ആ അർത്ഥത്തിൽ ചിന്തിക്കുന്നത് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും സുഗമമായ മുന്നോട്ട് പോക്കിന് സമൂഹത്തിൻ്റെ പല തലങ്ങളിൽ പല രൂപങ്ങളിൽ പിന്നാക്കം നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന വലിയ ദൗത്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചതുകൊണ്ടാണ്. വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയുന്ന ഒരുപാട് മുന്നേറ്റങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എഴുതാനറിയാത്ത ആളുകളെ എഴുത്തു പഠിപ്പിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടെ കണ്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പഠനത്തിന് വേണ്ടി അറിവന്വേഷിച്ചു കൊണ്ടുപോകുന്നതിൽ സമൂഹത്തെ ഇത്രമാത്രം പ്രോത്സാഹിപ്പിച്ച ഒരു മതത്തെ നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാ അർത്ഥത്തിലും വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റം മനുഷ്യന്റെ പുരോഗതിക്ക്, മനുഷ്യന്റെ ഭൗതികമായ ജീവിതത്തിനും ആത്മീയമായ വളർച്ചയ്ക്കും ആവശ്യമാണ് എന്ന തിരിച്ചറിവ് ഈ സമൂഹത്തിന് കൈമാറ്റം ചെയ്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മതത്തിൻ്റെ ആത്മാവിനെ സാംശീകരിച്ചുകൊണ്ട് സ്വഹാബത്ത് മുതൽ ഇങ്ങോട്ടുള്ള പണ്ഡിതന്മാർ എല്ലാവരും, ഓരോ കാലഘട്ടത്തെയും പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ ലഭ്യമായ വിവരങ്ങളെ ശേഖരിക്കുന്നു. ആ വിവരങ്ങളെ മുഴുവനും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഓരോ ഘട്ടത്തിലും സമൂഹത്തെ സമുദ്ധരിക്കാൻ വേണ്ട നിലപാടുകളെ പഠിക്കുന്നു. ആ നിലപാടുകളെ സമ്പൂർണമായി പഠിക്കുന്നു. ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് ഇപ്പോൾ അക്കാഡമിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും സമഗ്രമായ വിശകലനം നടത്തിയിട്ട് ഏറ്റവും നന്നായി ആ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അറിവ് അവർ സമ്പാദിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഹിജ്റ 85 വഫാത്തായ ഖാലിദ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് ഫിലോസഫിയിൽ രചനയുണ്ടായിരുന്നു, അവർക്ക് ഇൽമുൽ കീമിയയിൽ കെമിസ്ട്രിയിൽ രചനയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയാൽ ഇമാമുന ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ രചനകളെ ഇന്നും ലോകം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മുഫാത്തായ മഹാനായ ഗസാലി ഇമാം ഇന്നും അക്കാഡമിയിൽ ചൂടേറിയ ചർച്ചകൾക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അറിവിന് ഇസ്ലാം നൽകിയ പ്രാധാന്യത്തെ പണ്ഡിതന്മാർ ആ ഒരു മികവിനെ കൈമാറ്റം ചെയ്തു വന്നതിൽ കാണിച്ച ജാഗ്രതയുടെ ഫലമാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ പരിശോധിക്കുന്ന സമയത്ത് ആവശ്യമായ ഘട്ടങ്ങളിൽ അനിവാര്യമായ ഇടപെടലുകൾ നടത്താൻ നമ്മുടെ പണ്ഡിത നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു യാദൃശ്ചികമായ സംഭവമല്ലെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ലഭിച്ച ആ പ്രഭയെ പണ്ഡിതന്മാരിലൂടെ കൈമാറ്റം ചെയ്തു വരുമ്പോൾ ഓരോ കാലത്തെയും പണ്ഡിത നേതൃത്വം അതിൻ്റെ മതത്തിൻ്റെ ആത്മാവിനെ, അന്തസ്സത്തെ നഷ്ടപ്പെടുത്താത്ത വിധം ജാഗ്രതയോടുകൂടെ സമീപിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന വിശാലമായ സാമൂഹിക സാഹചര്യം രൂപപ്പെടുന്നത്. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപപ്പെടുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നതൊരു പുത്തൻ സംവിധാനത്തെ രൂപപ്പെടുത്തുകയായിരുന്നില്ല. നമുക്കൊക്കെ കേട്ടുപരിചയമുള്ള ചരിത്രം, ഓറുമാരുടെ നാടാണ് നമ്മുടെ നാട്. നമ്മുടെ പരിസരങ്ങളിൽ ജീവിച്ച എത്രയെത്രയോ മഹത്തുക്കളായ ഓറുമാർ രൂപപ്പെടുത്തിയ മനുഷ്യർ, എല്ലാ തലത്തിലും ഏത് തലത്തിലും ഇടപെടുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ പ്രകാശം ഓറുമാരായിരുന്നു. മഹത്തുക്കളായ പണ്ഡിതന്മാരിലൂടെ അവർ പറയുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് മനുഷ്യരായിരുന്നു ഈ സമൂഹത്തെ നിർമ്മിച്ചത് എങ്കിൽ ഒരു ഘട്ടത്തിൽ പലയിടങ്ങളിലായി രൂപപ്പെട്ട് വന്നിരുന്ന ഇടപെടലുകളെ സംഘടിപ്പിക്കുക മാത്രമായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംഘാടനത്തിലൂടെ സംഭവിക്കുന്നത്. നിങ്ങൾ നോക്കൂ, വിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാമിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന, ഏത് ജീവിത സാഹചര്യത്തിലും അതിജയിക്കാൻ വേണ്ടി മനുഷ്യ മനസ്സിനെ പ്രാപ്തമാക്കുന്ന, സാമൂഹിക സാഹചര്യങ്ങളിലെല്ലാം അതിൻ്റെ ഒരു ബാലൻസിങ്ങോടുകൂടെ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമാക്കുന്ന ഈ വിശാലമായ ആശയത്തെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചു പഠിപ്പിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. ജീവിച്ചു പഠിപ്പിക്കുകയായിരുന്നു. ആ ജീവിച്ചു പഠിപ്പിച്ച ആശയത്തെ സമ്പൂർണമായും മനസ്സിലാക്കുന്നതിന് പകരം കേവലം ചില വായനകൾ നടത്തിയിട്ട് ഈ വിശുദ്ധമായ മതത്തെ മറ്റൊന്നാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ അതിപ്പോൾ തുടങ്ങിയതല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്താനന്തരം ചില ആളുകൾ രംഗപ്രവേശനം ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ സക്കാത്ത് നൽകില്ലെന്നാണ്. ഞങ്ങൾ സക്കാത്ത് നൽകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞങ്ങൾ സക്കാത്ത് കൊടുത്തിരുന്നു. ഖുദ് മിൻ അംവാലിഹിം സദഖ, നിങ്ങൾ അവരുടെ മുതലിൽ നിന്ന് സദഖകൾ സ്വീകരിക്കണം, സക്കാത്ത് സ്വീകരിക്കണം എന്ന കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം ബാധകമാണ് എന്ന് അല്പവായനയിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ സമ്പൂർണത നേടുന്നതിൻ്റെ മുമ്പ് താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ വായിക്കാൻ ശ്രമിച്ചവർ, നിങ്ങൾ നോക്കൂ, ഇന്ന് സക്കാത്തിനെ കുറിച്ച് എത്ര പഠനങ്ങളാണ് നടക്കുന്നത്. സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ കൃത്യമായും സക്കാത്ത് കൊടുക്കുകയും സക്കാത്ത് എന്നതിലപ്പുറത്തേക്ക് ധനികരായ ആളുകൾക്ക് ഇസ്ലാം ഏൽപ്പിക്കുന്ന ചുമതലകൾ നിർവഹിക്കപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ സാമൂഹികമായ സാഹചര്യം എങ്ങനെയാകുമായിരുന്നു? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ആ സാഹചര്യങ്ങളിൽ സക്കാത്ത് സ്വീകരിക്കാൻ പോലും ആളില്ലാത്ത വിധം ഇസ്ലാമിക ലോകം സമ്പന്നമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. 2 കാരണങ്ങൾ കൊണ്ടാണ് അത് സംഭവിച്ചത്. ഒന്നാമത്തെ കാരണം, സമ്പന്നരായ ആളുകൾ സക്കാത്ത് വിഹിതങ്ങൾ സമ്പൂർണമായും കൃത്യമായും നൽകി എന്നതാണ്. രണ്ടാമത്തെ കാരണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, മനുഷ്യ മനസ്സുകളെ സമ്പത്തിനോടുള്ള ആർത്തിയെ എടുത്തു കളയാൻ വിശുദ്ധമായ ഇസ്ലാമിന് സാധിച്ചു എന്നതാണ്. സമ്പത്താണോ ഒരു മനുഷ്യന് സന്തോഷം നൽകുന്നത്? സമ്പത്തിലൂടെയാണോ ഒരാൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്? അല്ല. സമ്പത്ത് എന്നത് ഒരു മാധ്യമം മാത്രമാണ്. ഒരു കോടി രൂപ കയ്യിലുള്ള ഒരാൾ, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ കയ്യിലുള്ള ഒരാൾക്ക് ആരോഗ്യകരമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് സ്വസ്ഥത നഷ്ടപ്പെടുന്നുണ്ട്. സമ്പത്ത് കൊണ്ട് മാത്രം നമുക്ക് സ്വസ്ഥത വാങ്ങിക്കാൻ കഴിയില്ല. ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സ്. കയ്യിൽ 1000 രൂപയാണുള്ളതെങ്കിൽ ആ 1000 രൂപയിൽ സംതൃപ്തമായി ജീവിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? അവിടെയാണ് നിങ്ങൾ ഇസ്ലാം പ്രവർത്തിക്കുന്നത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തിനെ ഷെയ്പ്പ് ചെയ്ത് രൂപപ്പെടുത്തിയെടുത്തതിൻ്റെ പിൽക്കാല പ്രതിഫലനമായിരുന്നു അത് എന്ന് ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. അങ്ങനെയുള്ള ഒരു വിശാലമായ ഒരു സിസ്റ്റത്തെ, സക്കാത്ത് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ ചില ആളുകൾ നിരാകരിച്ചു. ആ നിരാകരിച്ച ഘട്ടത്തിൽ അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം, അമ്പിയാക്കൾക്ക് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് നമുക്ക് അറിയാം. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു പ്രഖ്യാപനമുണ്ട്, വല്ലാഹി ലൗ മനഊനി ഇനാഖൻ കാനൂ യുഅദ്ദൂനഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹാ. ഈ വിശുദ്ധമായ മതത്തിൻ്റെ, വിശുദ്ധമായ ഇസ്ലാമിൻ്റെ അപരനെ ദർശിക്കുന്ന, മറ്റുള്ളവരുടെ മനസ്സിനെ അറിയുന്ന, മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ പരിഹരിക്കുന്ന അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നായ സക്കാത്തിനെ നിങ്ങൾ നിഷേധിക്കുന്നു. അങ്ങനെ നിങ്ങൾ നിഷേധിച്ചാൽ ആ നിഷേധത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ ശരിതെറ്റുകൾ തുറന്നു കാട്ടിയിട്ട് ഈ സിസ്റ്റത്തെ സംരക്ഷിക്കാൻ സമരത്തിന് ഞാൻ സന്നദ്ധമാണ് എന്ന പ്രഖ്യാപനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തുന്നു. നിങ്ങൾ നോക്കൂ, വിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിൻ്റെ ഓരോ വാക്യങ്ങളും പല സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് പറഞ്ഞതാണ്. ഓരോ സന്ദർഭങ്ങളിലും നിങ്ങൾ ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ട കാര്യമെന്ത് എന്ന നിർദ്ദേശമാണ് വിശുദ്ധമായ ഖുർആൻ നൽകുന്നത്. അതിൻ്റെ വായനകളെ ഏതൊക്കെ തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, ഒരു നിർദ്ദേശത്തെ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് പാലിക്കേണ്ടത് എന്ന് ലോകത്തിന് പറഞ്ഞു തന്നത് പണ്ഡിതന്മാരാണ്. വിശുദ്ധമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ സമ്പൂർണമായും മനസ്സിൽ കൊണ്ടുവന്ന് ഈ നിർദ്ദേശം ആർക്കൊക്കെ ബാധകമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് സമൂഹത്തിന് പഠിപ്പിച്ച വഅളുകളുടെ പരമ്പരകളാണ് ഇസ്ലാമിക ലോകത്ത് സൃഷ്ടിച്ചത്. വഅളുകളുടെ ഇസ്ലാമിക ലോകത്തെ സാമൂഹിക പരിസ്ഥിതിയിൽ വഅളുകൾ നിർവഹിച്ച ദൗത്യം വളരെ വലുതാണ്. നമ്മളൊക്കെ അത് അനുഭവിച്ചവരാണ്. 10, 20, 30, 40 ദിവസം വഅളുകൾ സംഘടിപ്പിക്കുന്നത് മനുഷ്യന്റെ മനസ്സിൽ ആർദ്രത ഉണ്ടാക്കാനാണ്, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിപ്പിക്കാനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ അകറ്റാൻ ഒരു മനുഷ്യനെ, ഒരു സമൂഹത്തെ പ്രാപ്തമാക്കിയ, അങ്ങനെ ഒരു വലിയ സിസ്റ്റത്തെ സൃഷ്ടിച്ചെടുത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളെ സമൂഹത്തിൽ നിലനിന്ന് കാണാൻ വേണ്ടിയാണ് വഅളുകൾ സംഘടിപ്പിക്കപ്പെട്ടത് എങ്കിൽ
ആ വയലുകളാണ് ശരിക്കും മനുഷ്യരെ സൃഷ്ടിച്ചെടുത്തത്. ആ വയലുകളിലൂടെ രൂപപ്പെട്ടു വന്ന മനുഷ്യർ ഈ ലോകത്തിന് മുമ്പിൽ ജീവിച്ചു കാണിച്ചു. ഇതാണ് ഞങ്ങളുടെ ജീവിതം. ഏതെങ്കിലും ഒരു 10 രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ഇത് എനിക്ക് നിങ്ങൾ മനസ്സറിഞ്ഞ് തന്നെയാണോ തരുന്നത് എന്ന് ചോദിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ ലോകത്ത് ഉണ്ടായി വന്നത് വയലുകളിലൂടെയാണ്. ആ വയലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീനിൻ്റെ പൂർണ്ണമായ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, മനസ്സിലാക്കലുകളിൽ നിന്ന്, പണ്ഡിതരുടെ ഹൃദയങ്ങളിൽ നിന്ന് വന്ന അധ്യാപനങ്ങളായിരുന്നു. എന്നാൽ അത് മാറി. അതിൽ നിന്ന് സമൂഹത്തെ പിന്നോട്ടടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. എല്ലാ അർത്ഥത്തിലും യോഗ്യതയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് മതത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങളിൽ പോലും വിവരമില്ലാത്ത ആളുകൾ മതത്തെക്കുറിച്ച് അപഗ്രഥിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഈ വിശുദ്ധമായ ഇസ്ലാമിനെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ മതം ബാക്കിയാവില്ല. മതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ നമ്മൾ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മതത്തിൻ്റെ നനവുള്ള ഹൃദയങ്ങളെ മാറ്റിയിട്ട് മതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളെയും അഭിമുഖീകരിക്കുന്ന വിശാലാർത്ഥത്തിലുള്ള സ്വഭാവത്തെ മാറ്റിവെച്ചുകൊണ്ട് ഏകശിലാത്മകമായ ഒരു ഇസ്ലാം, വളരെ റിജിഡായ ഒരു ഇസ്ലാമിനെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്താനുള്ള ശ്രമം 1926കളിൽ ചില തൽപര കക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ അതല്ല ഇസ്ലാം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഈ ഇസ്ലാം താൽക്കാലികമായി നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങൾക്കപ്പുറത്തേക്ക് അതിന് ജീവനില്ലെന്ന് അവർ പറഞ്ഞു. തീവ്രവാദത്തിലേക്കുള്ള വഴി തുറക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ലോകത്തോട് അവർ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന സാമൂഹികമായ സന്തുലിതാവസ്ഥയുടെ ഏറ്റവും വലിയ കാരണം ആരാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഓരോ നാട്ടിലെയും പണ്ഡിതന്മാരാണ് എന്നാണ്. പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ജീവിച്ചൊരു സമൂഹത്തിൽ നിങ്ങൾ നോക്കൂ, സ്നേഹത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും, കാരുണ്യത്തെ കാണാൻ കഴിയും, സാഹോദര്യത്തെ കാണാൻ കഴിയും. പരസ്പരം സഹകരിച്ചും കൊണ്ടും കൊടുത്തും ജീവിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം 1920കൾ വരെ ജീവിച്ചിരുന്നു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിന് പിന്നിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സമൂഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അങ്ങനെ ആ ഒരു തുടർച്ചയെ ഇന്ന് അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എല്ലാ അർത്ഥത്തിലും നമുക്ക് നേതൃത്വമായി മഹത്തുക്കളായ പണ്ഡിതന്മാരുണ്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരാളെ കൊണ്ടുവരുന്നു. എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? അദ്ദേഹം കളവ് നടത്തിയിരിക്കുന്നു. അദ്ദേഹം കളവ് നടത്തി പിടിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം കളവ് നടത്തി എന്നതിന് തെളിവുണ്ട്. അങ്ങനെ ന്യായാധിപനാകുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ മുറിക്കാൻ വേണ്ടി ഉത്തരവിടുന്നു. ഒരു ക്രൈം ഒരു സൊസൈറ്റിയിൽ നടക്കുമ്പോൾ 2 തരം മാനസികാവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ എന്ന പരിഗണന ഒരു പക്ഷേ അദ്ദേഹത്തിന് നൽകേണ്ടി വരും. ആ മനുഷ്യന് നന്നാവാനുള്ള വഴികൾ നമ്മൾ തുറന്നു കൊടുക്കണം. പക്ഷേ അദ്ദേഹത്തിന് നന്നാവാനുള്ള വഴികൾ തുറന്നു കൊടുക്കുമ്പോഴും ഈ കളവ് പോലെയുള്ള, കൊലപാതകം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ അവരെ തടുക്കാൻ പറ്റുന്ന വിധം നിയമം സുശക്തമായിരിക്കണം. ഇത് രണ്ടും ബാലൻസ് ചെയ്തു പോകുമ്പോഴാണ് ഇസ്ലാം ആവുന്നത്. മനുഷ്യൻ്റെ മനസ്സിനെ നന്മയിലേക്ക് അടുപ്പിക്കുന്നു, മനുഷ്യൻ തിന്മ ചെയ്യാനുള്ള ചോദനയെ ഇല്ലാതെയാക്കുന്നു. ഒരു ബാലൻസ്ഡ് സൊസൈറ്റിയിലേക്ക് സമൂഹത്തെ കൊണ്ടുവരികയായിരുന്നു ഇസ്ലാം. അങ്ങനെ വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമം. ഉത്തരവിട്ടത് നബിതങ്ങളാണ്, അദ്ദേഹം കളവ് നടത്തിയെന്ന് തെളിയിക്കപ്പെട്ടതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമം. ആ വിഷമം കണ്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബി എന്താണ് അങ്ങക്കൊരു വിഷമം? അപ്പം അവിടുന്ന് പറഞ്ഞു, ഇദ്ദേഹം കട്ട സമയത്ത് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾ കട്ടത് കട്ടു, ആ കട്ടത് ശരിയായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കോടതിയിൽ പോയാൽ നിങ്ങളുടെ കൈ മുറിക്കും. അതേസമയം നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു, നിങ്ങൾ ഇനി കളവ് നടത്തരുത് എന്നൊരു ഉപദേശം നടത്തിയിരുന്നുവെങ്കിൽ. നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് ഒരു മനസ്സിനോട് വിശുദ്ധമായ ഇസ്ലാം സംവദിക്കുന്നത്. അങ്ങനെ ആർദ്രമായ മനസ്സ്, ആ മനസ്സിൽ നിന്ന് ഒരു മനുഷ്യൻ്റെയും നന്മയല്ലാത്ത ഒന്നും ആഗ്രഹിക്കുന്നില്ല. അഹിബ്ബലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമ. നിങ്ങൾ മുസ്ലിമാണോ എന്ന് നിങ്ങൾക്കൊരു ടെസ്റ്റ് നടത്താം. എന്താണ് ആ ടെസ്റ്റ്? അഹിബ്ബലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഇതെല്ലാവർക്കും കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? ആ ആഗ്രഹമാണോ നിങ്ങൾക്കുള്ളത്? അല്ല, എനിക്ക് ഈ സന്തോഷം വേണം,
എനിക്ക് ഈ സന്തോഷം വേണം, പക്ഷേ മറ്റുള്ളവർക്ക് അത് വേണ്ടെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ ഉള്ളിലുള്ള ഇസ്ലാമിൻ്റെ അപൂർണതയാണ് അത് അടയാളപ്പെടുത്തുന്നത്. അപ്പുറത്തെ വീട്ടിൽ നല്ല വാഹനമുണ്ടെങ്കിൽ എനിക്കും നല്ല വാഹനം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാവർക്കും അത് വേണമെന്ന് ആഗ്രഹിക്കണം. ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നത്. എല്ലാവർക്കും നന്മയുണ്ടാകണമെന്ന ആഗ്രഹം നമ്മളിൽ ഉണ്ടായി വരുമ്പോഴാണ് നമ്മളിൽ ഇസ്ലാം പ്രവർത്തിക്കുന്നത്. നോക്കൂ, അതിൻ്റെ ഏറ്റവും പുതിയ കാലത്തെ ഉദാഹരണമായിരുന്നു സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ പലയിടങ്ങളിലായി നിയമത്തിൻ്റെ പല ഗുരുക്കുകളിലും പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടന്ന ശ്രമങ്ങൾ, പല വിദേശ രാഷ്ട്രങ്ങളിലുള്ള ആളുകളെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും. അതിൽ നിമിഷപ്രിയയുടെ വിഷയം ചാനൽ ചർച്ചകളിൽ വന്നതാണ്. അതിലപ്പുറവും ഒരുപാട് മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നതിൽ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഈ ഒരു പ്രത്യയശാസ്ത്രത്തെ, ഈ ഒരു നിലപാടിനെ ഉപയോഗപ്പെടുത്തി സുൽത്താനുൽ ഉലമ അടക്കമുള്ള ആളുകൾ ഇടപെടുന്നത് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഏത് തലങ്ങളിൽ ആലോചിച്ചാലും സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ ഏറ്റവും മികച്ച രൂപത്തിൽ സുഗമമാക്കുന്ന, ഈ ഒരു സമൂഹത്തിലെ ചേർന്ന് നിൽക്കലിനെ ഏറ്റവും മികച്ച രൂപത്തിൽ സ്ഥാപിക്കുന്ന ഒരു സിസ്റ്റമായി നമ്മുടെ ഉലമാ നമ്മുടെ മുമ്പിൽ നേതൃത്വമായിരിക്കുന്നു. കേരളത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സംഘം നമ്മുടെ മുമ്പിൽ നേതൃത്വമായി ഉണ്ട് എന്നതാണ്. ഏത് ഘട്ടത്തിൽ നമ്മൾ താഴോട്ടേക്ക് പോകുന്നു, ഏത് ഘട്ടത്തിൽ ഒരു വീഴ്ചയിലേക്ക് സമൂഹം പോകുന്നു അല്ലെങ്കിൽ വ്യക്തികൾ പോകുന്നു എന്നതിനെ നിതാന്ത ജാഗ്രതയോടുകൂടെ കാണുകയും അവർക്ക് വേണ്ടതെല്ലാം നൽകുകയും ചെയ്യുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിക്കുന്നത്. ഇതെല്ലാ കാലത്തും നിർവഹിച്ചിട്ടുണ്ട്. 1926 രൂപപ്പെട്ട പുതിയ മതമല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ തുടർന്നു വന്ന പണ്ഡിതന്മാർ നിർവഹിച്ചു വന്ന ജാഗരണ പ്രവർത്തനങ്ങൾക്ക് പുതിയ രൂപവും ഭാവവും കൈവന്നതാണ് 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ സംഭവിക്കുന്നത്. 1926 മുതൽ 2026 വരെയുള്ള 100 വർഷങ്ങൾ ഓരോ സാഹചര്യങ്ങളിലും ഉമ്മത്തിന് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളാൽ സമ്പന്നമായിരുന്നു നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാ സംഗമങ്ങൾ. 1934 സമസ്തയുടെ ഭരണഘടന എഴുതി വെക്കുന്ന സമയത്ത് അതിൽ എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും 5 കാര്യങ്ങൾ. ഞാനത് വിശദീകരിക്കുന്നില്ല. അതിലൊന്ന് ലൗകിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട ഇടപെടലുകളെ കുറിച്ചായിരുന്നു. അതിൻ്റെ ഒരു സാക്ഷാത്കാരമായി ഇന്ന് നമ്മുടെ മുമ്പിൽ നമ്മുടെ സ്ഥാപനങ്ങൾ തന്നെയുണ്ട്. ഒരുപാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. അതേപോലെ തന്നെ ലോ കോളേജ് മുതൽ, അതേപോലെ തന്നെ യുനാനി മെഡിക്കൽ കോളേജ് മുതൽ അങ്ങോട്ട് വിവിധ സ്ഥാപനങ്ങൾ നമ്മുടെ പണ്ഡിത നേതൃത്വത്തിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ഇടപെടുക എന്ന ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണത്തിൻ്റെ ഭാഗമായി പണ്ഡിതന്മാർ നിർവഹിച്ച ദൗത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമസ്തയുടെ 100 വർഷങ്ങൾ എന്നത് ഈ ഒരു മഹത്തായ അനുഗ്രഹത്തിൻ്റെ നന്ദി പ്രകാശം കൂടിയാണ്. നമ്മളാണ് ഉലമയോട് നന്ദി പ്രകടിപ്പിക്കേണ്ടത്. അവരവരുടെ ജീവിതം മാറ്റിവെക്കുകയാണ്. ഒരു പണ്ഡിതന്റെ ജീവിതത്തെ നിരീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ജീവിതത്തിൽ സ്വന്തത്തിന് ചെയ്തു വെച്ചത് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവരുടെ ജീവിതത്തിൽ അവർക്ക് പല താല്പര്യങ്ങൾ, അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാകുമായിരുന്ന ഘട്ടത്തിലും എല്ലാത്തിനെയും മറികടന്ന് ഈ സമൂഹത്തിൽ ഈ വിശുദ്ധമായ മതത്തിന്റെ മനോഹരമായ ആശയങ്ങൾ നിലനിന്ന് കാണണം എന്ന ആലോചനയിൽ നിന്നുകൊണ്ട് അവർ വീണ്ടും സമൂഹത്തോട് സംസാരിച്ചു. അവരവരുടെ സമയങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു. ഇന്നലെ മഹാനായ റഈസുൽ ഉലമയെ കാണാൻ പോകുന്ന സമയം രാത്രി 10 മണി 10:30 കഴിഞ്ഞിട്ടുണ്ട്. ഉസ്താദ് അവറുകളുമായി സംസാരിക്കുന്നത് സെൻസോറിയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ആ സമയത്തും നമ്മളെ കേൾക്കാൻ അവിടുന്ന് വുളൂ ചെയ്ത് ഉറങ്ങാൻ വേണ്ടി അവിടുന്ന് ഇറങ്ങുന്ന ഒരു സമയം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. നമ്മുടെ മുമ്പിൽ കാണിക്കുകയാണ്, ജീവിച്ച് കാണിക്കുകയാണ്. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അവിടെ വന്നിരുന്ന് എന്താണ് എന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഓരോന്നിനും ആവശ്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് സന്തോഷത്തോടുകൂടെ മടക്കി അയക്കുന്ന നമ്മുടെ പണ്ഡിത നേതൃത്വം അവരവരുടെ സമയം മുഴുവനും ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണ്. അവരവരുടെ ജീവിതത്തിൻ്റെ ആസ്വാദനങ്ങൾ മാറ്റിവെക്കുകയാണ്. എല്ലാത്തിനും ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ചൊരു അനന്തരാവകാശമുണ്ട്. ആ അവകാശം എന്ന് പറയുന്നത് ഈ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഈ മനോഹരമായ വിശാലമായ ആശയത്തെ സമൂഹത്തിന് മുമ്പിൽ പകർന്നു കൊടുക്കുക എന്നതാണ്. അതിനെതിരെ തടസ്സങ്ങൾ വരുന്നു, അതിനെതിരെ പലതരം ആരോപണങ്ങൾ വരുന്നു, പലതരം അറ്റാക്കുകൾ
മതത്തിൻ്റെ അകത്തും പുറത്തുമുള്ള ആളുകളിൽ നിന്നുണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം സംരക്ഷിച്ചു നിർത്തിയിട്ട് യഥാർത്ഥ ഇസ്ലാമിനെ സമൂഹത്തിൻ്റെ മുമ്പിൽ ജീവിച്ച് കാണിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്ന വിശാലമായ ദൗത്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചതിൻ്റെ 100 വർഷങ്ങളാണ് നമ്മൾ കൃതജ്ഞതയോടുകൂടെ സ്മരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സാഹിത്യോത്സവങ്ങൾ നടക്കുകയാണ്. ഈ പ്രാവശ്യത്തെ സാഹിത്യോത്സവങ്ങൾ പലയിടങ്ങളിൽ തീമുകൾ നമ്മൾ കാണുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമയോട്, പണ്ഡിതരോട് ഈ ഉമ്മത്തൊന്നായി പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങളോട് നന്ദിയുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. ആ നന്ദി കേവലം വാക്കുകളിൽ പ്രകടിപ്പിച്ചാൽ മതിയാവില്ല. അവർ നടത്തുന്ന പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ധൈര്യം പകരുക, അവരുടെ കൂടെ നിൽക്കുക, അവർക്ക് ശക്തി പകരുക എന്നതാണ് നമ്മളിലാകുന്ന പണ്ഡിതന്മാരല്ലാത്ത ആളുകളുടെ ദൗത്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് SSFൻ്റെ പ്രവർത്തകരും SYSൻ്റെ പ്രവർത്തകരും മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകരും മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിത നേതൃത്വത്തിൻ്റെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ സമൂഹത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ സാഹിത്യോത്സവം അടക്കമുള്ള നമ്മുടെ പ്രോഗ്രാമുകൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഈ ഒരു മഹാപണ്ഡിതന്മാരുടെ തണൽ ഒരുപാട് കാലം ആസ്വദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മഹത്തുക്കളായ പണ്ഡിത നേതൃത്വം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്ന കുറേ കാര്യങ്ങൾ ഈ സെന്റിനറി കാലത്തുണ്ട്. അതെല്ലാം മനസ്സറിഞ്ഞേറ്റെടുത്ത് നമ്മൾ ഒന്നായി നിന്നുകൊണ്ട് ഈ ഒരു കാലത്തെ ആഘോഷിച്ച് വരുന്ന ഒരു 100 വർഷത്തേക്കുള്ള ഊർജം നമുക്ക് സംഭരിക്കാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാകട്ടെ ഈ ഒരു സാഹിത്യോത്സവം അടക്കം എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.